ഒരു മുസ്ലിയാരെ പ്രസംഗം ഒരാളിക്ക് അയച്ചു തന്നു, ഒരു ക്ലിപ്പ്, ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് അതിലുണ്ടായിരുന്നത് അറിയോ? മുഹറം 1 ചൊവ്വാഴ്ച വന്നാൽ വളരെ വലിയ ദോഷം ഉണ്ടാവും പറഞ്ഞു. ആരെങ്കിലുമായിട്ട് മരിക്കും, രാജാക്കന്മാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരുപാട് നേരിടേണ്ടി വരും ചൊവ്വാഴ്ച വന്നാൽ എന്നാണ് അയാൾ പറഞ്ഞത്. അയാൾ എപ്പോൾ പറയണതും ദീന് പറഞ്ഞത് കുറവാണ്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ് അയാളുടെ ഇപ്പോഴുള്ള പ്രസംഗങ്ങളിൽ അധികം. ആദ്യം ഇൽമിയായൊക്കെ നന്നായി പ്രസംഗിച്ചിരുന്ന ആളാണ്. റഹ്മത്തുള്ള മുസ്ലിയാർ മൂത്തിടം എന്ന ആളറിയില്ലേ, അയാളാണ് പറഞ്ഞത്. അയാൾ പറയും, ഇന്നത്തെ ഒരാളിട്ടെന്ന വീഡിയോൻ്റെ ചെറിയ ക്ലിപ്പാണ് ഇത്. വളരെ വലിയ ദോഷം ചെയ്യും ഈ സംസാരം. ചൊവ്വാഴ്ച വന്നാൽ ദോഷമുണ്ടാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വിഷയം. അപ്പോൾ അതിനുള്ള നമ്മളെ ഉത്തരം എന്താണെന്നറിയോ? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഖുർആനും സുന്നത്താണ്. ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഖുർആനും സുന്നത്താണ്. ഒരു കാര്യം മതത്തിലുള്ള വിശ്വാസമായി സ്വീകരിക്കണമെങ്കിൽ ഒന്ന് ഖുർആനിൽ വേണം, അല്ലെങ്കിൽ ഹദീസിൽ വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെളിവുകൾ വേണം. ഇതൊന്നും ഈ കാര്യത്തിനില്ല. ചൊവ്വാഴ്ച മുഹറം 1 വന്നാൽ ദോഷം ബാധിക്കും, ആപത്ത് ബാധിക്കും, വിപത്ത് ബാധിക്കും എന്നുള്ളതിന് യാതൊരു തെളിവില്ല. എന്നാൽ അള്ളാഹു പറഞ്ഞത് മുഹറം പവിത്രമായ മാസങ്ങളിൽ ഒന്നായ മാസമാണ്, പവിത്രമായ മാസമാണ്, ദുരന്തത്തിൻ്റെ മാസമല്ല. അയാൾ പറഞ്ഞത് എന്താണ്? മുഹറം 1 ചൊവ്വാഴ്ചയായി വന്നാൽ വലിയ ദോഷമായിരിക്കും ഉണ്ടാകുക എന്നാണ് പറഞ്ഞത്, വലിയ ആപത്താണ് ഉണ്ടാകുക. ഒരാളിങ്ങനെ അതിനെക്കുറിച്ച് പൊടിപ്പൂന്നിങ്ങനൊക്കെ വെച്ച് പറയണം. 4 പവിത്രമായ മാസങ്ങളെ, 4 പവിത്രമായ മാസങ്ങൾ അള്ള എണ്ണി. അതിലൊന്നേതാണ്? മുഹറം മാസമാണ്. ആ മുഹറം മാസമാണ് ഇനി വരാൻ പോണത്, അല്ലേ? റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിൻ്റേതാണ്. മുഹറമിലെ നോമ്പാണ് അള്ളാഹുവിൻ്റെ മാസം. ഷഹ്റുല്ലാഹി മുഹറം എന്നാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹിൻ്റെ മാസമായ മുഹറം. റമളാനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ലെ മറ്റേതൊരു മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അത്രയും പവിത്രമായ മാസമാണ് ഈ മാസം, അല്ലേ? ഖുർആൻ ഇറങ്ങിയ റമളാൻ പറയുന്നുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ചത് ഈ മുഹറം മാസത്തിനെ കുറിച്ചാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിൻ്റെതാണെന്ന് പറഞ്ഞത്, അല്ലേ? അപ്പോൾ ഈ മുഹറം 1 ചൊവ്വാഴ്ച വന്നാൽ ദോഷമുണ്ടാകും എന്നതിന് സ്വഹീഹായ ഒരു രേഖയും ഇല്ല. മുഹറം ചൊവ്വാഴ്ച വരും, അപ്പോൾ ദുരന്തങ്ങളുണ്ടാവും, രോഗങ്ങൾ വർദ്ധിക്കും, പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആപത്തുകളുണ്ടാവും, അതുപോലെ തന്നെ യുദ്ധം ഉണ്ടാവും ഒക്കെയാണ് പറയുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടാവും, അതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അത് പ്രതി ഈ കാലത്ത് ഈ സമയത്ത് ഉണ്ടാകാൻ വിചാരിച്ചിട്ടുണ്ടാവും. അത് മുഹറം വന്നുകൊണ്ടല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം മാത്രം മതിയാകും യഥാർത്ഥത്തിൽ വിശ്വാസം വികലമാകാൻ. യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു പോകാൻ ആ ഒരു വിശ്വാസം മാത്രം മതി. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുശ്ശകുന വിശ്വാസങ്ങളെ നിരാകരിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുയറ, എന്താ പറഞ്ഞത്? ദുശ്ശകുനല്ല എന്നാണ് പറഞ്ഞത്. ദുശ്ശകുനല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസത്തിനോ ഒരു തീയതിക്കോ ഒരു പ്രത്യേക മാസത്തിനോ ഒന്നും യാതൊരു തരത്തിലുള്ള ദോഷം അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കാനുള്ള ശക്തിയും ഇല്ല എന്നാണ്. ഇനി ദുശ്ശകുനം വിചാരിക്കുക എന്നുള്ളത് തന്നെ ഷിർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. അത്യർത്ഥ ഷിർക്കെന്ന് പറഞ്ഞല്ലോ. ദുശ്ശകുന വിശ്വാസം ഷിർക്കാണ്. അപ്പോൾ ഷിർക്ക് പറയുന്ന ആൾ എന്താവും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അത്ര ഗൗരവമുള്ള കാര്യമാണത്. ദുശ്ശകുനം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ഷിർക്കാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾ യഥാർത്ഥത്തിൽ എന്താവും? ഷിർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എന്താ പറയുക?
അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളെയും മാസങ്ങളെയും ഒക്കെ ഭയപ്പെടുത്തുന്ന മനോഭാവം ഒരിക്കലും മുസ്ലിമിന് യോജിച്ചതല്ല. വളരെ പ്രസിദ്ധമായ നല്ല ഒരു മാസമാണ് യഥാർത്ഥത്തിൽ മുഹറം മാസം എന്ന് പറയുന്നത്. ഇനി ഭാവി അറിയാന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും അറിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരാൾക്കും അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. സുഹൃത്ത് ലുക്മാനിൽ വിശദമായ ആ കാര്യം കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെ ഭാവി നോക്കി പ്രവചിക്കുക എന്നുള്ളത് ഒരു ദുശ്ശകുനുണ്ട് എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിൻ്റെ രീതിയല്ല. ഇനി സ്വഹാബാക്കളെ പരിശോധിച്ചാൽ, 4 ഇമാമുകളെ പരിശോധിച്ചാൽ അതുപോലെ ഇവരാരും ഈ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. ഖുലഫാഉർ റാഷിദീങ്ങൾ ആരും ഇങ്ങനെ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. മദ്ഹബിൻ്റെ ഇമാമുകൾ ആരും അങ്ങനെ വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. അവർക്കൊന്നും അറിയാത്ത ഒരു മതത്തിൻ്റെ കാര്യം ഈ ഒരാൾ പറഞ്ഞതുകൊണ്ട്, ഈ ഒരു മുസ്ലിം ആൾ പറഞ്ഞതുകൊണ്ട് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ചില ആൾക്കാർ ഇങ്ങനെ വിളിച്ചു ചോദിക്കാം, അത് പറഞ്ഞത് ശരിയാണോ, ഇതിലുണ്ടാവുമോ? ഞങ്ങളൊക്കെ ഇവിടെ ദുബായിൽ അതുപോലെ തന്നെ വിദേശത്ത് കഴിഞ്ഞ് കൂടുന്ന ആൾക്കാരാണല്ലോ, ഇതിലൊക്കെ ഉണ്ടാവുമോ? ഒരു പേടി. അയാൾ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കുക, എന്ത് പറഞ്ഞാലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂട്ടിക്കലർത്തിയേ പറയുള്ളൂ. മുമ്പ് നല്ല ഇൽമിയായ പ്രസംഗങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള വളരെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതുപോലെ തന്നെ ഈ വഹാബി പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെ, നമ്മൾ വഹാബികളാണ്, അള്ളാൻ്റെ ആൾക്കാരാ എന്നുള്ള ആൾക്കാരാണ് വഹാബികൾ എന്ന് നമ്മൾ പറയുന്നത്. വഹാബികൾ കാഫറും അതുപോലെ തന്നെ തീവ്രവാദികളും ആളുകളെ തലവെട്ടുന്നവരും ആളുകളെ കുഴിച്ചു മൂടുന്നവരും ഒക്കെയാണെന്ന് നമ്മളെക്കുറിച്ച് അയാൾ ഈ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പോൾ അയാളെ നമ്മൾ യാതൊരു വിലയും കൽപ്പിക്കണില്ല. സുഖമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ള നിലയ്ക്ക് എന്നെ കൂടുന്നുള്ളൂ. നല്ല നിലക്ക് ബോധമുള്ള സമയത്താണ് നല്ല കാര്യങ്ങൾ ഇൽമിയായ ബുഖാരിയും മുസ്ലിമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞ കാസറ്റുകളും അതുപോലെ തന്നെ റീൽസുകളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമായി പറഞ്ഞത്. അപ്പോൾ ഇനി ചില ആൾക്കാർ പറയും, ഇങ്ങനെ മുഹറം 1 വന്നപ്പോൾ അന്ന് യുദ്ധം നടന്നു, മറ്റൊരു വർഷം വലിയ പ്രളയം ഉണ്ടായി, മഹാമാരി ഉണ്ടായി, കോളറ ഉണ്ടായി, അതുപോലെ കൊറോണ ഉണ്ടായി എന്നൊക്കെ പറയും. എന്നാൽ എല്ലാ ദിവസങ്ങളിലും നല്ലതും ചീത്തയുമായ സംഭവങ്ങൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട്. ഇത് യാദൃശ്ചികമായി ഉണ്ടാകുന്ന സംഭവങ്ങൾ യഥാർത്ഥത്തിൽ മതപ്രമാണമായി തെളിവാക്കാൻ പറ്റില്ല. ഇപ്പോൾ 1-ാം തീയതി തന്നെ അങ്ങനെയുള്ള സംഗതി ഉണ്ടായാൽ അതുണ്ടായതുകൊണ്ട് 1-ാം തീയതി ഉണ്ടായത്, അതുകൊണ്ട് ഇനി എല്ലാ 1-ാം തീയതി ഇങ്ങനെ തന്നെ മുഹറം മാസം 1-ാം തീയതി ഇങ്ങനെ ഉണ്ടാവുമെന്ന് കരുതേണ്ട ആവശ്യമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, അതുപോലെ തന്നെ ഇബ്നുൽ ഖയ്യിം, ഷെയ്ഖുൽ ഇസ്ലാം അസ്സാനി റഹിമഹുല്ല, ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരൊക്കെ ജാഹിലിയ സംസ്കാരമാണ് ഉൾക്കൊള്ളുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ ദുശ്ശകുനുണ്ട്, ഇങ്ങനെയുള്ള കാര്യമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഒരു ജാഹിലിയ കാലക്കാരുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ് പറഞ്ഞത്. കാലങ്ങളെയും ദിവസങ്ങളെയും കുറിച്ചുള്ള ദുശ്ശകുന വിശ്വാസങ്ങൾ ജാഹിലിയയുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ് പറഞ്ഞത്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, തിയറത്ത് എന്നുള്ളത് മനുഷ്യൻ്റെ തവക്കുലിനെ ദുർബലമാക്കുമെന്നാണ്. ഈ ദുശ്ശകുനം എന്നുള്ളത് തവക്കുൽ ചെയ്യുന്നതിനെ, അതിൽ നിന്ന് ആളുകളെ നിരുത്സാഹപ്പെടുത്തും, നിസ്സാരമാക്കും, പിന്തിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു മുസ്ലിം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ ചെയ്യേണ്ടത്, പുതിയൊരു വർഷം വരികയാണ്, വെടി പൊട്ടിച്ച, അതുപോലെ തന്നെ തോരണങ്ങൾ ചാർത്തുക, ഇതൊന്നും വിശ്വാസികൾ, ഒരു പുതിയ വർഷം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രഭാതവും പുതിയൊരു ദിവസമായി വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ വർഷവും ന്യൂ ഇയർ ഇല്ല, വിശ്വാസികൾക്ക് ന്യൂ ഇയർ ഇല്ല, വിശ്വാസികൾക്ക് എന്നും വരുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഒരു മുസ്ലിം ഇവിടെ ചെയ്യേണ്ടത്, ഒരു പുതിയ വർഷം വരുമ്പോൾ തൗബ ചെയ്യുക. എൻ്റെ ആയുസ്സെന്ന് ഒരു വർഷം കൂടെ നീങ്ങി, അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു. പിന്നെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കുക, ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹി വ അതൂബു ഇലൈഹി എന്ന് പറയുക. മുഹറം നോമ്പ് നോൽക്കുക, ആശൂറ നോമ്പേ ദുൽഹജ്ജ് 9-നും 10-നും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട നോമ്പാണ്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ 9 കൂടെ നോൽക്കുന്നതാണ്. നബി നോറ്റിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, ഫിഅല്, തഖരീർ, വമാ ബിഹി, വാക്ക്, പ്രവൃത്തി, മൗനാനുവാദം, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതിലാണ്. ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യമാണ് 9-ന് നോമ്പ് ഒരുക്കുന്നുള്ളത്. അതും നമുക്ക് സുന്നത്താണ്. അപ്പോൾ ആശൂറാവും താസുവാവും നമ്മൾ നോമ്പ് നോൽക്കണമെന്നർത്ഥം. ആശൂറ നോമ്പ് നോൽക്കുക, അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക, അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. അങ്ങനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാരോട്, അത്തരത്തിലുള്ള ആളുകൾ ഇത്
കേൾക്കാതൊക്കെ കേട്ടാൽ തന്നെ വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് അയാൾ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഖുർആനിൽ തെളിവില്ല, ഹദീസ് തെളിവില്ല, സഹാബാക്കളിൽ തെളിവില്ല, നാലിമാമാരിൽ തെളിവില്ല, ഖുലഫാ റാഷിദീങ്ങളിൽ തെളിവില്ല, വിശ്വസനീയമായ പണ്ഡിതന്മാരിൽ ഒരാളും. പിന്നെ എവിടുന്ന് കിട്ടിയത്? അതാണ് ആരെങ്കിലുമൊക്കെ പറഞ്ഞ തജ്രിബ ഉണ്ടാവുമല്ലോ, അനുഭവങ്ങൾ. ഒരാൾ ഏതോ സുഖമില്ലാത്തൊരാൾ പറഞ്ഞു ഇന്ന വർഷം ഇങ്ങനെ വരും, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഇങ്ങനെ വന്നിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ രേഖപ്പെടുത്തിയത് തെളിവായിട്ട് എടുക്കുന്നത്. എന്നാൽ സൂറത്ത് തൗബയിൽ കാണാൻ സാധിക്കും, നമുക്ക് വരാനുള്ളത് ഇല്ലാ മാ കതബല്ലാഹു ലഹ, അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും നമുക്ക് വരില്ല. രേഖപ്പെടുത്തിയത് വരും, ഉറപ്പാണ്. നമ്മൾ അവിടേക്ക് വേണ്ടി മരിക്കാനോ അവിടേക്ക് വേണ്ടി വീഴാനോ അവിടേക്ക് വേണ്ടി അത് സംഭവിക്കാനോ പോകും നമ്മൾ. അതാണ് അള്ളാഹുവിൻ്റെ രേഖയിൽ അതുണ്ടെങ്കിൽ. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അന്ധവിശ്വാസങ്ങളെ നിരാകരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം അന്ധവിശ്വാസങ്ങളിൽ കഴിഞ്ഞ് കൂടുന്ന ആളുകളെ ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് യഥാർത്ഥമായ സുന്നിയിലേക്ക്, നമ്മൾ സുന്നികളാണ്, അള്ളാഹു സുന്നികളായി ജീവിക്കാനും സുന്നികളായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സമസ്തക്കാർ സുന്നികളല്ല കേട്ടോ, നമ്മളാണ് സുന്നികൾ, നമ്മളാണ് യഥാർത്ഥ സുന്നികൾ. അപ്പോൾ നമ്മൾ സുന്നികളാണ്, സുന്നികളായി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സുന്നികൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടാവില്ല, ഈ അന്ധവിശ്വാസം അനാചാരമൊന്നും ഉണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ബിദ്അത്തുകളിൽ നിന്നും നമ്മളെയും നമ്മളെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.